ഹലോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും മെരി ക്രിസ്മസ്. സോ ക്രിസ്മസ് ആയതുകൊണ്ട് ലാലേട്ടന്റെ ഡിറക്ഷനിൽ ഇറങ്ങിയ ബറോസ് കണ്ടുവരുന്ന വഴിയാണ്. ഓക്കെ, നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തന്റെ അടുത്ത് ജിജോ പൊന്നൂസ് ആളുടെ നോവൽ ബേസ്ഡ് ആണ് ഈ മൂവി. അതെ, പറ അഭിപ്രായങ്ങൾ പറയ്, കേക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു? കുട്ടികളുടെ സിനിമ, അത് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നാലും പോയി കണ്ടു നോക്കാന്ന് വെച്ച് കണ്ടതാണ്. 3D ഇഷ്ടപ്പെട്ട? 3D ബാക്കി ഫിലിംസ് മലയാളത്തിൽ ഇറങ്ങിയ 3D വെച്ച് നോക്കുമ്പോൾ 3D അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്, ഇല്ലെന്ന് പറയല്ല. 3D ഇല്ലേ, 3D ക്യാം വെച്ച് എടുത്തിരിക്കുകയാണ്. പൊതുവേ മോസ്റ്റ് ഓഫ് ദ മൂവീസ് 2Dയിൽ എടുത്തിട്ട് 3D കൺവേർട്ട് ചെയ്യും. നമുക്ക് ആദ്യം ചെറിയൊരു തലവേദന ഫീൽ ചെയ്ത് ഓർമ്മയുണ്ട? കുറച്ച് അത് ഒരു ചെറിയ കുട്ടി പറഞ്ഞില്ലേ, അത് ഈ 3D ക്യാമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ടെക്നിക്കാലിറ്റി മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ വരും. പിന്നെ നമ്മൾ കണ്ട തിയേറ്റർ ക്വാളിറ്റി കുറച്ചും കുറവായിരുന്നു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബെറ്റർ ആയിരിക്കാം. എനിക്ക് അടിപൊളിയായി തോന്നിയത് ക്യാമറ വർക്ക്സ്. സന്തോഷ് ആസ് ഓൾവേസ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തില് മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളാണെങ്കിൽ അടിപൊളിയാണ്. പാട്ടുകൾ കുറച്ച് മോശമാണ്, പക്ഷെ സ്റ്റിൽ BGMസും കാര്യങ്ങളും ശരിക്കും നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. BGM മ്യൂസീഷ്യൻ വന്നിട്ട് ഫോറിനർ ആണ് തോന്നുന്നു, ബട്ട് സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ലിഡിയൻ വണ്ടൊരു ഐ തിങ്ക് അവൻ തമിഴ് ആണ് തോന്നുന്നു, ആളാണ് ചെയ്തിരിക്കുന്നത്. ഒരു പിയാനോ വായിക്കുന്ന ഒരു സീനുണ്ട്, അത് പുള്ളി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം, പിന്നെ ആർട്ട് വർക്ക്. കോസ്റ്റ്യൂം വാസ് നൈസ്, നല്ല ഗംഭീരമായി ഹൈ ക്ലാസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരു പോർച്ചുഗീസ് എറ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന കോസ്റ്റ്യൂംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രൊമോഷനിലും ഫിലിം റിലീസ് ടൈമിൽ പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഫിലിം തന്നെയാണ്. അത് ഞങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് തന്നെ പടം കണ്ട് ഇല്ലാന്ന് പറയല്ല, പക്ഷെ സ്റ്റിൽ ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ ഡ്യൂറേഷൻ. കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു 2 മണിക്കൂറിന്റെ മേലെ ഒരു സിനിമ ഇരുന്ന് കാണുമ്പോൾ അവർക്കൊരു ക്ഷമയുണ്ടാവില്ല, കുട്ടികൾക്ക് ക്ഷമയുണ്ടാവില്ല. അപ്പോ ഇത് കുറച്ച് കുറയ്ക്കായിരുന്നു. അത്രക്കുള്ളത് ഇല്ല, കുറെ ലാഗ് ഉണ്ട് അളിയാ. കുറെ ലാഗ് എന്ന് പറഞ്ഞാൽ കുറെ സീൻസിൽ നിന്നവിടുന്ന് സ്ലോ മോഷൻ, ഇരുന്നവിടുന്ന് സ്ലോ മോഷൻ. അതാണ് ഈ പരിപാടി. ഒരു 5 സെക്കൻഡിൽ തീർത്താണെങ്കിൽ പടം കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ടുണ്ടാവും, കുട്ടികൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും, എൻഗേജിങ് ആയിരിക്കും കുട്ടികൾക്ക്. പക്ഷെ അവിടെ കുറച്ച് BGMs ഒക്കെ കേറ്റി അവാർഡ് സീനാക്കി, അവിടെയാണ് കുറച്ച് പോയത്. വേണ്ടാത്ത ഡയലോഗ്സ് ഉണ്ട്. പിന്നെ ഡയലോഗ് ഒക്കെ വളരെ മോശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറെ സീൻസിൽ ഈ പോർച്ചുഗീസ് സംസാരിക്കുന്ന സീനുണ്ട്, അവിടെയൊക്കെ സബ് ടൈറ്റിൽസ് ആണ്, അത് മലയാളത്തിലാണ്. ചെറിയ കുട്ടികളെ കൊണ്ടുവരുമ്പോ CBSE പിള്ളേർക്ക് ഇപ്പോഴും മലയാളം വായിക്കാൻ അറിയില്ല. ആ സമയത്ത് ചെറിയ കുട്ടികൾ ഇരുന്ന് മലയാളം വായിക്കാൻ നിൽക്കുവോ, അത് ഒരു മൈനസ് തന്നെയാണ്. അത് കുട്ടികൾക്ക് വേണ്ടി എടുക്കുമ്പോൾ മൂവി കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്രെയിം ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട്. ഫ്രെയിം ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ല, ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന സീൻസ് ഓക്കെ ആയിരുന്നു. 3D നമുക്കൊരു ആ സീൻസ് ഞാൻ നോക്കിയായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. അത് 3Dന്റെ ഒരു എഫക്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം CGI നന്നായി ചെയ്തിട്ടുണ്ട്. കുറെ പാർട്സിൽ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ വൂഡു ഡോളിന്റെ പാർട്ട്. വൂഡു ഡോൾ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതില്. ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ദ മൂവി വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ട്രെയിലറിൽ കണ്ടപ്പോൾ ഇതിന് വലിയ റോളൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു, പക്ഷെ അതിന് ശരിക്കും അത് യൂസ്ഫുൾ ആയിരുന്നു ആ ഒരു. പിന്നീട് ഈ മൂവിയുടെ കാസ്റ്റ്, മോഹൻലാൽ ഓൾവേസ് നന്നായി ചെയ്യും, അത് കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോറിൻ ആക്ടേഴ്സ് കുറച്ച് ഓവർബോർഡ് ആയ പോലെ തോന്നി. എസ്പെഷ്യലി ആ കുട്ടി ഇസബെല്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇസ എന്നറിയപ്പെടുന്ന ഇസബെല്ല സംഭവം. ആ കുട്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അഭിനയിക്കാൻ, പക്ഷെ കഷ്ടപ്പെട്ട് അഭിനയിക്കുന്ന പോലെ ഫീൽ നടന്നില്ല. പിന്നെ ആ കുട്ടി ചില കുറുമ്പ് കാണിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കില്ല. ആ കുട്ടി കുറുമ്പ് കാണിക്കേണ്ട പ്രായമായിട്ടില്ല, കുറച്ച് കൂടി കുട്ടീന്റെ പ്രായമായിട്ടില്ല അല്ല, കഴിഞ്ഞു പോയി. അതാണ് കുറച്ച് കൂടിയ പ്രായത്തിൽ ഇത് കാണിക്കണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടായതുകൊണ്ട് നമ്മൾ പോയി മൂവി കാണുമ്പോ പറഞ്ഞ പോലെ കിഡ്സിന്റെ മൂവിയാണ്, അത് നമ്മൾ പോയി കാണുമ്പോൾ ക്രിഞ്ച് തോന്നും. പിന്നെ ഇതിൽ കുറച്ച് അലമ്പായി എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ പറയാനാണെന്ന് ഞാൻ മന്ത്രവാദി, ആഫ്രിക്കൻ അമ്മായി. ആ അമ്മായി അങ്ങനെ പറയാം. പിന്നെ ഇതില് മെയിൻ ആയിട്ട് ഒരു ക്യാമിയോ ഉണ്ട്.
അത് ഞങ്ങൾ പറയുന്നില്ല, സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങക്ക് 3 പേർക്കും വന്ന ഡൗട്ട് എന്തിനായിരുന്നു ബട്ട് വൈ അത് എന്തിനാണ് അവിടെ വന്നത്? ഞങ്ങൾ 3 പേരും മുഖത്തോട് മുഖം നോക്കി ചോദിച്ചു, അളിയ ഇതെന്ത് സംഭവം? അതായിരുന്നു ഒരു കണക്ഷനും ഇല്ലാതെ ഡയറക്റ്റ് കയറി വന്നു, എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ പോയി. അപ്പൊ ഞങ്ങളുടെ കിളിയും പാറി ഇതെന്തിനാ വന്നേ. അപ്പൊ ആസ് എ ഡയറക്ടർ മോഹൻലാലിന്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എടാ ശരിക്കും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരാള് ആദ്യത്തെ ഡയറക്ഷൻ ചെയ്യുന്ന സിനിമ തന്നെ 3D എടുക്കുക, ഫാന്റസി ചൂസ് ചെയ്യുക. അപ്പോൾ അതൊരു ബോൾഡ് സ്റ്റെപ്പാണ്. നമ്മൾ താഴ്ത്തി പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് ഡയറക്ഷനിലെ ആള് ഒരു ഫാന്റസി ഫിലിം ഇറക്കി. മാർക്കോ കാണാൻ പറ്റാത്ത സങ്കടം ബറോസ് കണ്ട് തീർക്കുക മക്കളെ. ഒരു 3D പടം ഈ ഗ്ലാസും വെച്ച് പോവാം, കാണുക, എൻജോയ് ചെയ്യുക. സോ നിങ്ങളും പോയി കാണുക, അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഇടുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ദ സിനി ഫൈൽ. സോ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സോ ബൈ ഗൈസ്, സപ്പോർട്ട്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.